90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ലോങ് ലൈഫ് സ്റ്റൈൽ മാജിക്. അങ്ങനെ 90+ മൈ ട്യൂഷൻ ആപ്പിനെ കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. ശരിക്കും 90+നെ പറ്റി ഇനി കൂടുതലൊരു ഇൻട്രോന്റെ ആവശ്യമില്ലെന്ന് അറിയാം. കാരണം ഇതിനോടകം ജനലക്ഷങ്ങളാണ്, ഒരു 2 lakhs+ ആളുകളാണ് ഇപ്പൊ തന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ആപ്പാണ് 90+ മൈ ട്യൂഷൻ ആപ്പ്. വൺസ് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, സഹായത്തിന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് നമുക്ക് സിലബസ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും കിട്ടണ്ടായിരിക്കുക. പക്ഷേ നമ്മുടെ മലയാളികളുടെ പൊതുവെ രീതി എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് എങ്ങനെ ഉണ്ടെന്ന് നേരത്തെ അറിയണമല്ലോ, ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരോട് ഒരു ഫ്രീ വേർഷൻ ഏറ്റവും ആദ്യം വേണ്ടവർക്ക് ഒരു ട്രയൽ റൺ നൽകുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പഠിക്കാന്നുള്ളൊരു ഹെക്ടിക് സ്കെഡ്യൂളിൽ നിന്ന് മാറി ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി കംപ്ലീറ്റ് അവരുടെ സിലബസ് അവരുടെ ബ്രെയിനിലേക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് 90+ മൈ ട്യൂഷൻ ആപ്പിന്റെ ഒരു പ്രത്യേകത. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. അപ്പോഴേ നമ്മുടെ ഈ ഒരു ഡെയിലി റുട്ടീനിൽ നമ്മുടെ ഷൂട്ട് സ്കെഡ്യൂൾ ഒക്കെ നടക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കൊച്ചിയിൽ മണിയിലാണ് നടക്കണേ. ഒരു ഗുഡ് ന്യൂസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഇവിടെ ഒരു ഷോപ്പിംഗ് മോൾ വരാൻ പോവാ. നമ്മുടെ മണിയില് ഒരു ഷോപ്പിംഗ് മോൾ വരാൻ പോണു. നമ്മളിതാ ഇപ്പൊ അങ്ങോട്ട് പോവാൻ പോവാണ്. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഗുലു മോൾ. അപ്പൊ നമ്മളൊരു കറക്ക് വണ്ടിയിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഗുലു മോളിലേക്ക് പോവാൻ പോണേ. സംഗതി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോട്ടിട്ട് കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും ആവാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗുലു മോളിലേക്ക് കറക്ക് വണ്ടിയിൽ പോവാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞ. അപ്പോ ഒരു ടീമിൽ നിന്ന് 1, 2, 3, 4 പേരായിരിക്കും കളിക്കാൻ വരണ്ടായിരിക്കാം. സംഗതി ഇത്രയേ ഉള്ളൂ. ഗുലുമോളിൽ ഏറ്റവും ആദ്യം പോവാൻ പോണത് ഐശ്വര്യ ചേച്ചിയും അതുപോലെ തന്നെ പഴുപ്പിക്കാനായിട്ട് കെട്ടിത്തൂക്കിട്ടിരിക്കുകയാണ്. എന്തിനാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഐശ്വര്യ കോട്ട് വാങ്ങി കൊടുക്കാന്ന് അനുവിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഐശ്വര്യയുടെ വണ്ടിയിലാണ്, ഡ്രൈവർ ഐശ്വര്യാണ്. അതല്ല, അനുവിന്റെ മറ്റേ മുടിയിൽ കുളവി കൊത്തിയതാ. ഇവരെങ്ങനെയാണ് ഗുളുമോളിലേക്ക് പോണേന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണേ. ഇത് ഗെയിമിന്റെ റൂളാണ്. മോളിൽ നിൽക്കുന്ന ആൾ ഇതുപോലെ മുടി ഇങ്ങനെ കെട്ടിയിടണോ? അത് ഓരോരുത്തരുടെ ഇഷ്ടം. വെറൈറ്റി ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അളിയാ നീ വിഗ് ഊരേണ്ടി വരും. അതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വന്ന് പെൻഷൻ മേടിച്ചതിന്റെ ഒരു വാക്ക് പറയാനുള്ള ഗ്യാപ്പ് സുധി തരില്ല. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ പോലും കൗണ്ടർ അടിക്കല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഒരു ടീമിൽ 4 പേരായിരിക്കും കളിക്കാൻ വേണ്ടിണ്ടായിരിക്കും. ഒരാൾ ഈ അറ്റത്തും ഒരാൾ ആ അറ്റത്തും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ കറക്ക വണ്ടിയുടെ ഡ്രൈവർ നമ്മുടെ ഐശ്വര്യ ആയിരിക്കും. ഐശ്വര്യ നമ്മൾ കൗണ്ട് ഡൗൺ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുന്ന കോട്ട് വാങ്ങാൻ പോണ അനുക്കുട്ടി ഉണ്ടല്ലോ, അനുക്കുട്ടിക്ക് പതുക്കെ പതുക്കെ ഈ വണ്ടി ഒന്ന് കറക്കി കൊടുക്കുക പതുക്കെ. അനു അപ്പൊ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് ബാലൻസ് ചെയ്ത് ഗുലുമോളിലെത്തിയിട്ട് കോട്ട് വാങ്ങിയിട്ട് അത് പാക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ തന്നെ കോട്ട് ഇട്ടിട്ട് ഭയങ്കര പ്രൗഡോടുകൂടി തിരിച്ചു വന്നിട്ട് വീട്ടിലെ കോട്ട് ഞാൻ കോട്ട് വാങ്ങിയിട്ടുണ്ടേ എന്നിട്ട് ഹാങ്ങറിൽ ഇങ്ങനെ ഇടും. ഐശ്വര്യാണ് അല്ല, ഒരു പക്ഷെ അവരിത് നല്ല വിജയിച്ച് വന്നാൽ ഇതിൽ നിന്ന് നേരെ ജംബോ സർക്കസിലേക്കാണ് രണ്ടുപേരെ വിടാൻ പോണത്. ഭയങ്കര പ്ലേസ്മെന്റ് ആയിരിക്കും. അതെ, ഇതായിരിക്കും നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മൾ കളിച്ചിട്ടുള്ള ഗെയിമുകളിൽ വെച്ച് ഏറ്റവും ഒരു ബിഗസ്റ്റ് ടാസ്ക് ആണിത്. അപ്പോൾ റിസ്ക് എലമെന്റ്സ് ഉണ്ട്, എന്നാലും എല്ലാ സേഫ്റ്റി മെഷേഴ്സും പ്രിക്കോഷണറി മെഷേഴ്സും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യണേ. അനുക്കുട്ടി, മോളിൽ നിൽക്കുന്ന അനുക്കുട്ടി, ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. എന്താ പറയാനുള്ള സമയം ശരിയല്ല. ആരുടെ വാച്ചിന്റെ ബാറ്ററി മാറ്റിയാ മതി. കോമഡി റൂം എടുത്ത് വെച്ച് പറയേണ്ട ഒരു കോമഡിയാണ്. ഞാനിങ്ങനെ ഫ്ലോറിൽ പറയേണ്ടതല്ലത്. കാലം നീട്ടി ഇരുന്ന് ഒരു പഴമൊക്കെ തിന്നു. ഓക്കെ, അപ്പോ എന്തായാലും ചിങ്ങടമണിയുണ്ട്, അടി ക്യാപ്റ്റ കൂട്ടമണിയുണ്ട്. ഓൾ സെറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്പിരിറ്റ് നമുക്ക് ആവശ്യമാണ്. സ്റ്റാർട്ട് ചെയ്യാം. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഗുലു മോൾ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അസീസ് കാസ്റ്റ് ടീം വേഴ്സസ് വിനു അടിമാലീസ് ടീം.
അത് തന്നെ അനു അത് പതുക്കെ പതുക്കെ ഐഷു ആ സിമ്പിള് സിമ്പിൾ യെസ് നിർത്ത ഐഷു നിർത്ത അനുവിന് നല്ലൊരു അപ്ലാസ്. ഇടത് എന്റെ ദൈവമേ അത്രേ ഉള്ളൂ. പേടിക്കണ്ട. മേളിക്കോ അമ്മ ചേച്ചി പിടിച്ചോ പേടിക്കണ്ടേ. ഐഷു നിക്ക ഐഷു പതുക്കെ 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 ആ അത്രേ ഉള്ളൂ. പതുക്കെ 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 എടി പേടിക്കണ്ടേ. ഇവിടെ നീ പറഞ്ഞോട് പോട്ടെ. പതുക്കെ 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 ഐഷു പുറത്തു പോയേ. ആ ഫ്രണ്ടിലോട്ട് വാ പതുക്കെ വാ ഞാൻ പറയുന്നത് മാത്രം കേൾക്കൂ വാ മുമ്പിലേക്ക് വാ 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 മുമ്പിലേക്ക് വാ വാ സ്റ്റേ 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 പതുക്കെ 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 തല പുറത്തേക്ക് വെരി ഗുഡ് വെരി ഗുഡ് വെരി പതുക്കെ ഗുഡ് പതുക്കെ 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 മതി മതി ആ മതി മതി മതി. സ്റ്റേ സ്റ്റേ ഓക്കെ ഓക്കെ ഇട്ടോ ഓക്കെ യെസ് തലയുടെ ആ പതുക്കെ പതുക്കെ ഒച്ച പോണത് പോലെ ഈ നടുക്ക് നിൽക്ക് സെന്ററിൽ നിൽക്ക് ഞാൻ എങ്ങോട്ട് നീയാ നടക്കുന്നത് ഞാനല്ല എവിടെയാ എടി നീ സെന്ററിൽ കയറി നിൽക്ക് നിക്കുന്നില്ല നീ അനക്കാ നീ നീയാ നടക്കുന്നത് ഞാനല്ല പറ പതുക്കെ പോ പതുക്കെ ഒച്ച പതുക്കെ പോലെ വാ, ഐഷു. പതുക്കെ 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 പോ പറഞ്ഞില്ലേ പതുക്കെ 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 മുമ്പിലേക്ക് വാ പോവാ. നീ ഇപ്പൊ എവിടെയാ ആ ദുബായ് അത് നോക്കണ്ട ഏറില്ല. അവള് പറയുന്നത് കേൾക്കൂ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലെ വെള്ളപ്പാട്ട് ഞാൻ പെരിച്ചാൻ പറയണ കേള് വാ നീ ഇപ്പൊ എവിടെയാന്ന്? ഞാൻ ദുബായിലെന്ന് യെസ് 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ ഓക്കെ അല്ലേ ആ പൊക്കോ പൊക്കോ ആ പതുക്കെ പതുക്കെ. നോക്കരുത് പതുക്കെ പോ പതുക്കെ പതുക്കെ അതിന്റെ മേൽ വഴി പോണം. കേറുതി. എടി, നീ വിട്ടോട് കാല് വിട്ടോട് കിലോ 1.5 രൂപ ആരെങ്കിലും യെസ് നീ സെന്ററിൽ സൈഡിൽ നിൽക്കാതെ നല്ല താളം അവിടെ നടക്കും. ഓക്കെ ഇപ്പൊ ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോ എന്തോ നീ പെട്ടെന്ന് ബസർ വന്നു എനിക്ക് ഇനി ബാലൻസ് 3 കൂടി ഇടണമെന്നുണ്ടായിരുന്നു ഏറ്റവും പേടിച്ചിരുന്ന കുട്ടിയാണ് അടുത്ത എപ്പിസോഡിൽ നിനക്ക് കുഞ്ഞിക്കൂനന്റെ ഫിഗർ ചെയ്യാം. എടാ അത് സ്റ്റാർട്ട് ഒരു സ്ഥാനം സൂചിച്ചേട്ടാ അതെ 3 സൈഡില് ഒക്കെ വിസ്താര കിടന്ന് കറങ്ങുന്നുണ്ട്. കോമഡി കടന്നു പോകാനുള്ള ആ വേദി ഒന്ന് ചാനലുകാർ ഏർപ്പാടായി കൊടുക്കും. ഏതായാലും ടോട്ടൽ 3 കോഡ്സ് ആണ് നമ്മുടെ ഐശ്വര്യയും അതുപോലെ തന്നെ അനുവും കൂടെ ടീമിന് വേണ്ടി വാങ്ങി കൊടുത്തിട്ടുള്ളത്. സുധിച്ചേട്ടനല്ല നമ്മുടെ ബിൻചേട്ടന് ഒരു കോട്ട്, ഷിയാസ്കയ്ക്ക് ഒരു കോട്ട്, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കോട്ട്. ഓക്കെ ഫൈൻ, നന്നായിട്ട് കളിച്ചു കേട്ടോ. ആദ്യം തന്നെ പെൺകുട്ടികളുടെ ഇനിഷ്യേഷൻ ആയിരുന്നു. ഒരു വലിയ കൈഡി കൊടുക്കാണ്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയത്, ഭയങ്കര ചേഞ്ച് തോന്നിയത്, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതും ഇതൊക്കെ എന്ത് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നത് നമ്മുടെ സുധിച്ചേട്ടനായതുകൊണ്ട് അടുത്തത് വരാൻ പോണ ഈ ടീമിൽ നിന്നും കൊസു എന്ന് പറഞ്ഞ പുള്ളി ഓർത്തോ ഏതോ കൊതുകായിരിക്കും കേറാൻ. നമ്മളിപ്പോ ഒരു ടീമിന്റെ ഗെയിം, അതായത് ബിൻചേട്ടന്റെ ടീം ഗെയിം കളിച്ചു കഴിഞ്ഞു. നമ്മുടെ അനുവും ഐശ്വര്യായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 3 കോട്ടുകളാണ് കോട്ടമ്മാവന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാരും ഹാപ്പിയാണോ? പിന്നെ ഹാപ്പി ചേട്ടന്മാര് ഹാപ്പി അല്ലേ? Happy. ഓക്കെ 3 പോയിന്റ്സ് ഇവർ സ്കോർ ഷിയാസ് ചെയ്ത് ഹാപ്പി അല്ല ഷിയാസ് അതെന്തേ കാരണം അവന് ഒരു കോട്ട് എത്തത്തില്ലെന്ന് വലിയ ചെറുതെന്ന് എന്റെ ഇതല്ല ആ ഇവളിനി ഗെയിമും കളിക്കണം, കൗണ്ടറും പറയണം. എന്ത് വല്ലാത്ത അവസ്ഥയിൽ അലി ഓരോ കോട്ട് ഓരോ കോട്ടറാന്ന് വിചാരിച്ച് ഓടി ഓടി
അതിലും വലിയൊരു കോമഡി. കൈ കാണിച്ചേ. അല്ല, കൈ കാണിച്ചേ. പഴോ മധുരണ്ണാൻ. കഴിക്കാൻ വേണ്ടി തന്നതാ ചേട്ടൻ. അപ്പൊ തന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ലല്ല അപ്പൊ പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് തിരികാൻ. അല്ലല്ല അതിനകത്ത് കൈയടക്കമാണ് പ്രധാനം. കൈയടക്കം. അല്ല, അവള് ഒരു മജീഷ്യന് ഏറ്റവും അത്യാവശ്യം കൈയടക്കമാണ്. അല്ല നമ്മൾ അനു ഇട്ടത് കറക്റ്റ്. നമ്മൾക്കാണെങ്കിൽ ഇതിന്റെ അടുത്ത് വെച്ചാൽ കാണില്ല. കറക്റ്റ് നെറ്റിന്റെ ഇടയിൽ ആരും കാണില്ല. അതാരും കാണുന്നില്ല. ഇല്ല, എന്റെ അടുത്ത് അവള് ഷൂട്ട് തുടങ്ങാറായി. തിന്നണ്ടാന്ന് പറഞ്ഞ എന്നെ ഓടിച്ചു വിട്ടതാ. ഞാൻ ഇപ്പോഴും അത് കണ്ട. നീ അവിടെ വെക്കി, നമുക്ക് ഇതിന്റെ എന്നാ സംഭവം എന്ന് ഇടയ്ക്ക് ചേട്ടനെ വെച്ചാൽ എൻകറേജ് ചെയ്യാം. ആ നിപ്പ് കണ്ടിട്ട് തോന്നണേ ഗൾഫിൽ ചെന്നിട്ട് എന്തോ മോഷണ ശ്രമം നടത്തിട്ട് വെള്ളിയാഴ്ച കെട്ടിത്തൂക്കാൻ. ശ്രീവിദ്യ എഴുന്നേറ്റ് നേടി അവക്കടെ പാൻറ് എനിക്ക് കുടിയും കളിക്കാൻ നേരത്തെ കുടിയുണ്ട് പാളക്കര. Okay, so count down, please. സെന്റർ ബാലൻസ് ചെയ്യേ. സെന്റർ ബാലൻസ്. സുജയുടെ സെന്റർ ബാലൻസ് ചെയ്യണേ. കാണിക്കുന്നത് പതുക്കപ്പോ സെന്റർ ബാലൻസ് ചെയ്യണേ. ക്യാമറ ഇവിടെ പതുക്കെ കറക്ക്. സെന്റർ പതുക്കെ ഞാൻ കറക്കുന്നത്. കഴുത്തിലൊന്നും കുറുക്കിടല്ലേ. സെന്റർ ബാലൻസ് ചെയ്ത് സുജയുടെ. സെന്റർ ബാലൻസ് ചെയ്യുന്നുണ്ട്. നീ ബാക്കോട്ട് അല്ല പെണ്ണെ ഫ്രണ്ടിലോട്ട് പോ. അവിടെ നിന്നേക്കണേ. ആ ബോട്ട്. ആഹാ, very good, very good, very good, very good, very good. അയ്യോ അങ്ങനെ പോട്ടെ. പോട്ടെ. ആ പോ. ഹലോ കോട്ടുമുക്കറി. സുജയുടെ ബാലൻസ് ബോട്ട് ചെയ്യണേ. മുക്കറി ചത്തു. സുജയുടെ. കോട്ടുമുക്കറി ചത്തു. Okay ആണോ? ആ നില്ലേ അങ്ങനെ നിൽക്കണേ. അളിയാ കോട്ടുകൊണ്ട് നിനക്ക് നല്ല ചേർച്ചയുണ്ട്. ഞങ്ങളെ തോപ്പിക്കാനാണ് ഇതൊക്കെ എന്തരേ ഇത് സിമ്പിള്. പോട്ടെ. ആ സുധി ചേട്ടൻ. ആ ബോട്ട്. പോട്ടെ. സുധീണ്ണ ചെറിയൊരു ആഗ്രഹമുണ്ട്. അടുത്ത കോട്ടിട്ടിട്ട് ജഗദീഷ് സാറിന് പേര് പിടിച്ചു പോണേ. സുജയുടെ okay അല്ലേ? അയ്യോ അയ്യോ സൂപ്പർ സൂപ്പർ. കുറച്ചുകൂടെ വാ. ആ അവിടെ നിന്നോ. കോട്ടിട്ടിട്ട് ജഗദീഷ് സാറിന് പേര് പിടിച്ചോണ്ട് പോണം. ഇതിനിടയ്ക്ക് നീ ആ ഫിഗറും കൂടെ പിടിക്കടാ. ഹലോ ലാകേഷ് പെട്ടെന്ന് ആ ബോട്ട്. പോട്ടെ. ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ സാഗർ പോണേ. ആ അതെ ജഗദീഷേട്ടൻ വിത്ത് ജഗദീഷ് ചേട്ടായതുകൊണ്ടാ. അല്പകട ഡയന കൈ അടിയിലോ. പെണ്ണെ സ്പീഡിന് പോ സാധിക. അയ്യോ അയ്യോ അയ്യോ. എടീ നീ എങ്ങോട്ടാ പോണേ? എടാ എങ്ങനെയാലും അവിടെ ചെന്ന് കോട്ട് എടുത്താ പോരെ. സമയം കളയാതെ ആ പോട്ടെ. തലേ വന്ന് കുരുങ്ങല്ലും. വരുന്നുണ്ട്. സുജയുടെ okay അല്ലേ? പൊന്ന് ജഗദീഷേ ഒന്ന് പോ. സ്റ്റോപ്പ്. സുജയുടെ കോട്ടിന് സുജയുടെ കഥ പറയാം. ടയറ് കോട്ടിനകത്തായ. പോട്ട്. ആ പോട്ട്. ആ അയ്യോ 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 അപ്പേ. പോട്ടെ. ആ പോട്ടെ. സുജയുടെ ബാക്കോ സെന്ററോ ബാലൻസ് ചെയ്യ്. ഇതിന്റെ ജഗദീഷിന്റെ ഫിഗറും ചെയ്യണം ഇതും ബാലൻസ് ചെയ്യണം. എന്തുവാ ഈ പറയുന്നത്? ആ പോട്ട്. സ്റ്റോപ്പ്. സമനിലായി. ഇനി സ്പീഡിന് വീഴുന്നാലും കുഴപ്പമില്ല. എടുത്തിട്ട് പോയിക്കോ. എടാ, നമ്മള് കണ്ടോ? എടുത്തോ കോട്ടെടുത്തോ. അസീസിന്റെ സമനില തെറ്റിയനടാ. ഇല്ലെങ്കിൽ സംഭവം വേറൊന്നുമില്ല. ആ 3 കോട്ടും സുധീറിന് ചേരും.
സ്റ്റാൻഡേർഡ് സാധനം ചേരല്ല ബെല്ലടിച്ചത്. അത് വാണിംഗ് അവർക്കത് ഇട്ട് കാണാനുള്ള ആ ശേഷി ഇല്ലാത്തോണ്ട് ബെല്ലടിച്ചതാ. അപ്പൊ ഇതിലും ഇപ്പൊ 3-3 ആയിട്ടാണ് നിക്കണേ. പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ടൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലും ഒരു റൗണ്ടിലേക്കും കൂടെ നമ്മൾ പോവാണത് എങ്ങനെയാണ് എന്നുള്ളത് വരില്ലേ? ഓക്കെ. അപ്പൊ ഇതിലും ഇവിടുന്ന് ഷിയാസും നമ്മുടെ അടിമാലി ചേട്ടനും ബിനു ചേട്ടാ ഒരു അടിയില് ഞാൻ മേളിലോ ചേട്ടന്റെ ഇഷ്ടം എന്താണെങ്കിലും ഇപ്പൊ ടൈല് നിൽക്കുമ്പോ ബിനു ചേട്ടൻ എന്ന ബിനു അടിമാലി എന്ന ക്യാപ്റ്റന് സ്വന്തം ടീമിനെ കരകയറ്റണം എന്നുള്ള ഒരു വാശിയോട് അങ്ങനെയൊന്നുമില്ല കേട്ടാ. അതെ, അങ്ങനെ തന്നെ ഉണ്ട്. ബിനുചേട്ടൻ എപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ടീം ജയിച്ചിട്ടുണ്ട്. അറിയാം. അത് കറക്റ്റ്. വെറുതെ ആവേശം. എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, അടി കിട്ടരുന്ന്. പക്ഷേ ഇത് ഈ തോറ്റിട്ട് അടി കിട്ടുന്നതാണ് എനിക്കിപ്പോ ഇഷ്ടം. എന്തായാലും ടീമിനെ കരകയറ്റാൻ വേണ്ടിട്ട് ക്യാപ്റ്റൻ തന്നെ ഇറങ്ങുകയാണ്. അതിനു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോ സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ Yes, sir. മത്സരിക്കുന്നത് ബിനു അടിമാലീസ് ടീം, കോമഡി വേണ്ട മുത്തേ. അസീസ് കാസ് ടീം. ഏതാ നല്ല പാട്ടിടും കളിക്കണം നമുക്ക്. അതൊക്കെ പതുക്കെ കൊക്ക അളിയാ ആരാണെന്നറിയില്ല, കോട്ടിന് 2 കൈയൊക്കെ കണ്ടുപിടിച്ചാൽ തുളയടച്ചു വെച്ചേക്കാന്നാണ്. ബിനുചേട്ടാ ഓടി വാ, ഓടി വാ. പതുക്കെ പിടിച്ചില്ല. അവിടെ ബ്ലോക്ക്. ആ കൈ കൊന്നാ വിടത്തില്ല പുള്ളി. ഉല്ലാസേ പതുക്കെ പോവാ. പോകത്തില്ല. കൈ വിട്ടിട്ടുള്ള കളി മതി. അടിമാലി ഒരു കൗണ്ടർ പറ. ശരി, ഏതായാലും ഈ ടൈമില് നമ്മുടെ ബിനുചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. മോളിൽ നിന്ന് പെർഫോം ചെയ്യാൻ. സുരേഷ് ഗോപി സ്റ്റാൻഡിൽ പിടിച്ചോ ഒരു കൈ കൊണ്ട്. അതിന് പുള്ളിയെ കൊല്ലണം. ആ കൈ എടുക്കണോ ഈ ബിനോടി മാലിയെ ബിനോടി മാലിയെ കളിയാക്കി ഇപ്പൊ കളിയാക്കാം, പിന്നെ കളിയാക്കാൻ പറ്റില്ല. ഏതായാലും ഇനി ബിനുചേട്ടൻ ഈ വേദിയിൽ പെർഫോം ചെയ്ത ഒരു പാട്ട്, ബിനുചേട്ടന്റെ തന്നെ പാട്ട് നമുക്ക് സിയാസേ. ഓടി വാ. കളിനിഴലിൽ കൈക്കൊമ്പിൽ നിറയുമ്പോൾ ചേട്ടാ, maximum അഞ്ചെണ്ണം. ബിനുചേട്ടാ, അടുത്ത് ടൈം പോകുന്നു. ടൈം പോണം. അവിടെ ശ്വാസം കിട്ടാൻ നിൽക്കുകയാണ്. ടൈം പോണം. മോനെ എടുത്തോ. അയ്യോ ഇത്ര ക്ഷീണിച്ചിരിക്കുമ്പോഴാണോ പുള്ളി എടുത്ത് ബൈറ്റ് എടുത്ത് തരാൻ പറയണത്? മോശമാണ് കൂടെ ഇരിക്കുന്നവര്. ടൈമാണ്. 4 കോട്ടാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞ് ബിനുചേട്ടാ, ഇപ്പോഴത്തെ ഡെയിലി റുട്ടീൻസ് എന്താ? കാരണം നീയൊക്കെ ഭയങ്കര വഴക്കം, പണ്ടത്തെ പോലെ അല്ല. എന്തൊക്കെയാണ്? ഞാൻ മയിലെണ്ണ കഴിക്കൂ. തൂക്കിക്കൊള്ളണ പ്രതി തൂങ്ങിയിട്ട് ചത്തില്ല.
താഴെ ചെന്ന് ഇപ്പോഴെന്ത് തോന്നും എന്ന് ചോദിക്കാവുന്ന ഇപ്പൊ മെയ്ക്കുന്നല്ല വഴക്കാണ്. എന്താണ് ഉപയോഗിക്കുന്നത്? അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര റെസ്പെക്ട് തോന്നി പോയിട്ടോ. ബിൻചേട്ടൻ ബിനു അടിമാലി എന്നുള്ള ഒരു ക്യാപ്റ്റന്റെ ഇനീഷ്യേഷൻ ഒരു വലിയ കൈഡ് കൊടുക്കാം. ഷിയാസും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും പൊളിച്ചു. ബിൻചേട്ടൻ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വർത്തമാനം പറയാനായിട്ടാണ് വന്നത്. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടാ ഞാനാണ് ഇവിടെ നിൽക്കണത്. അതല്ല ഉദ്ദേശിച്ചത്. എല്ലാരും കൂടി എന്നെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ചേട്ടാ എല്ലാരും കൂടെ എന്നെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ചേട്ടനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അത് നിങ്ങൾ ഇതിന്റെ പരിപാടിക്ക് വേണ്ടി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എല്ലാരും കൂടി എന്നെയാണ് ഇവിടുത്തെ സീറ്റിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ പിള്ളേര് വരെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ പിന്നെ കസാര മേളിൽ കയറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊരു അന്തസത്തയില്ലാത്തൊരു പരിപാടിയാണ്. സുഹൃത്തെ, ഞാൻ ഇത്ര ദയനീയമായി നിൽക്കുന്നത് എന്റെ ഇലക്ഷൻ ആയതിന്റെ പേരില്ല. നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിങ്ങൾ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കൂ. ദൈവത്തോട് ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. ഞാൻ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നു, എന്നെ ഇവിടെ നിർത്തി നിങ്ങൾ എല്ലാം കൂടെ എന്നെ കിടത്തണം? അതിനേക്കാൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം. മണ്ഡപമായ തെങ്ങിലല്ല ഞാനാണ് കയറുന്നത്. അല്ല, ഇവിടുത്തെ മണ്ഡലത്തിൽ ഞാനാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. ഞാൻ വിചാരിച്ചേ ഇവിടെ വന്ന് സ്റ്റാൻഡേർഡ്. എന്റെ പേര് തങ്കപ്പൻ. എന്റെ ചിഹ്നം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. എന്റെ വന്നിട്ടുണ്ട്. ചേട്ടാ പോവല്ലേ ചേട്ടാ, കാണിച്ചിട്ട് പോ. എന്റെ ചിഹ്നം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ചിഹ്നമാണ് എന്റെ ചിഹ്നം. കിഴങ്ങാണ്. കിഴങ്ങേലി ഞാൻ കുത്തൂലട്ടാ. കിഴങ്ങേലി കുത്താൻ ഞാൻ പന്നിയേലിയാണോ? ഒരു വോട്ട് തന്നാ മതി. കിഴങ്ങില്ല, എന്റെ ബെത്ത ശത്രുവായി സാധനം. അതുകൊണ്ട് ഞാൻ വോട്ട് കുത്തൂല. നിങ്ങൾ ഈ കുത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങളെ ഞാൻ ആളെ വിട്ട് കുത്തിക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണല്ലോ. എന്തിനാ കുത്തണേ? ചേട്ടന്റെ ചിഹ്നം കിഴങ്ങാണ്. ചേട്ടാ ഏതൊരു സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറയുന്നു. ഇന്ന് വരെ എന്റെ ലക്ഷ്മി ഞാൻ ഇയാളെ എടുത്തും കണ്ടിട്ടില്ല. എന്റെ നാടിന് വേണ്ടി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പദയാത്ര നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതെന്താണ് ഈ പദയാത്ര എന്ന് പറയുന്നത്? അനിയ, ഈ പദയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടക്കുകയാണല്ലോ. നടന്ന് അവസാനം വായിന്ന് നൊരയും പതയൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ നടക്കുന്ന യാത്രയാണ് പദയാത്ര. ഈ കിഴങ്ങ് പിടിച്ച് നടക്കണോണ്ടായിരിക്കും വായിന്ന് പതയും. അല്ലേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലക്ഷൻ സമയത്ത് പാരഡി പാട്ടുകളൊക്കെ ചെയ്യില്ലേ? ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അയ്യോ, സൂപ്പർ പാട്ടുകളല്ലേ. അടിപൊളി പാട്ടുകൾ. കാലത്തിനനുസരിച്ച് പോകണമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ട്രംപിനനുസരിച്ച് പോവാന്ന് വിചാരിച്ചു. ചേട്ടൻ ട്രെൻഡാണോ? അതാ, അപ്പൊ ആ ട്രെൻഡിനനുസരിച്ച് അങ്ങ് പോവാന്ന് കരുതി. അങ്ങനെ പോവാന്ന് കരുതി ഞാൻ അവനെ കൊണ്ടൊരു പാട്ട് എഴുതിപ്പിച്ചു. അവൻ എഴുതി വെച്ച പാട്ട് നിങ്ങൾ കേൾക്കണം. ദൂരെ കിഴക്കുതിക്കും മാണിക്ക തങ്കപ്പേട്ടൻ, കിഴങ്ങുന്ന ചിഹ്നത്തില് പേട്ടന് വോട്ട് നൽകൂ. അവൻ ഈ തങ്കപ്പേട്ടൻ എന്നും ഫുള്ള് കിട്ടുന്നില്ല, മീറ്റർ കിട്ടുന്നില്ല. അതുകൊണ്ട് അവനങ്ങ് ചുരുക്കി പേട്ടന് വോട്ട് നൽകൂ. ആ നാട്ടിലും ആ ജംഗ്ഷനിലും മൊത്തം സ്പീക്കർ വെച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. പേട്ടന് വോട്ട് നൽകൂ. ഏതറയി പേട്ടൻ, ഏതറയി പേട്ടൻ. അടുത്ത പാട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ? കിഴങ്ങിൽ താ, കിഴങ്ങിൽ താ, വോട്ട് മൊത്തം കിഴങ്ങിൽ താ, കിഴങ്ങിൽ താ, കിഴങ്ങിൽ താ, വോട്ട് മൊത്തം കിഴങ്ങിൽ താ. 5 കൊല്ലം നിറഞ്ഞു ഭരിക്കാൻ വോട്ട് മൊത്തം താ. കിഴങ്ങെന്ന ചിഹ്നത്തില് 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 വോട്ട് മൊത്തം തങ്കപ്പേട്ടന്. തീർന്നു അസീസേ, തങ്കപ്പേട്ടന്. തിരിച്ചു വരൂ. തങ്കപ്പേട്ടന്. നിനക്കൊന്നും എന്റെ തങ്കപ്പേട്ടനെ ജയിപ്പിക്കൂ. ഇല്ല, ഇത് ഉഗ്രം പാട്ടല്ലേ? പത്രിക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചേട്ടാ ഈ രാഷ്ട്രീയത്തില്. ഉണ്ട്, അതുണ്ട്. ഞാൻ സ്ഥിരം കൊണ്ടു നടക്കും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും പിന്നെ നമുക്ക് തിരിച്ച് പഴയ ജോലിക്ക് ഇറങ്ങണ്ടേ. നിങ്ങൾ സ്ഥിരം കൊണ്ടു നടക്കേണ്ട കാര്യം എന്ത്? അല്ല, ഞാൻ ആ ജോലിയാണ് പഴയ. ശരി, നമുക്ക് ഏതൊക്കെ പരിപാടി കൊണ്ട് നമ്മൾ ജീവിക്കുമെന്ന് അറിയാം. പ്രകടന പത്രിക അതല്ല ഉദ്ദേശിച്ചത്. പ്രകടന പത്രിക അല്ലാണ്ട് ടൈറ്റാനിക്കിലെ മുഖം പോലെ ഇരിക്കണം പ്രകടന പത്രിക.
അപ്പൊ നോക്കിയോണം പ്രകടന പത്രികയിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അനിവാര്യമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഞാൻ ആദ്യം തന്നെ ഒരു കുളം ഉണ്ടാക്കും. അപ്പൊ പഞ്ചായത്ത് മൊത്തത്തിൽ കുളം ആക്കുമെന്ന് അർത്ഥം. നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് എന്നെ കൊല്ലിക്കാനുള്ള പ്ലാനാണ്. കളിയാക്കല്ലേ അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ നടക്കാൻ വയ്യാത്ത പ്രായമായവർക്ക് ഞാൻ 4 വീലർ സൗജന്യമായിട്ട് നടക്കാൻ വയ്യാത്ത വയസ്സായിട്ടുള്ള എല്ലാവർക്കും 4 വീലർ അതിന്റെ കാർ എടുക്കോ? ഞാൻ ഓരോരുത്തർക്കും കുറെ കാർ മേടിച്ചു കൊടുക്കാൻ ഞാനെന്താ കോടീശ്വരനാ. പിന്നെ ഇപ്പൊ പറഞ്ഞത് 4 വീലർ കൊടുക്കുന്നത് ഒരു പലകയില് 4 വീല് സംഘടിപ്പിച്ച് അവർക്ക് ഇങ്ങനെ നിരങ്ങി പോകാനുള്ള അവസരം വേണമെങ്കിൽ കയ്യിലൊരു പാത്രവും കൂടെ കൊടുക്കാം. പിന്നെ വേറൊരു കേസുണ്ട്, ഒരു സത്പ്രവൃത്തി നമ്മൾ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ പഞ്ചായത്തില് എല്ലാ വീട്ടുകാർക്കും ഞാൻ കക്കൂസ് പണിത് കൊടുക്കും. നല്ല പരിപാടി കൊടുക്കൂലേ? നന്നായിട്ട് പണി അറിയാവോ അത്? പിന്നെ ഞാൻ എല്ലാവർക്കും പണിഞ്ഞു കൊടുക്കും. പിന്നെ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഈ അറിയാൻ പാടാത്ത പണി ചെയ്യേണ്ട വല്ല കാര്യം അത് നന്നായിട്ട് അറിയാമെങ്കിൽ പിന്നെ അതങ്ങ് ചെയ്ത് കൊടുത്താൽ പോരെ. തോറ്റാ നമുക്കൊരു കൈ നോക്കാം. ഈ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ കാര്യങ്ങളിൽ നിങ്ങൾ സത്യം പറഞ്ഞ നടപ്പാക്കും? സാധാരണ അങ്ങനെ കേട്ടിട്ടില്ല. ഇതൊക്കെ വെറും പ്രകടനമല്ലേ. അതുകൊണ്ടല്ലേ ഇതിന്റെ പേരെന്താ പ്രകടന പത്രിക ഇട്ടേക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യോ എന്നാ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരും. അതെ തീർച്ചയായിട്ടും. ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യില്ലടാ. നിങ്ങൾ കലാകാരന്മാരാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ടൊന്ന് സെറ്റ് ചെയ്ത് തരണം. ഞാനൊരു ഈണം ഉണ്ട് എന്റെ കയ്യില്, പക്ഷെ എനിക്ക് കൂടെ ഡെവലപ്പ് ചെയ്യാൻ വയ്യ. നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സിമ്പിൾ കിഴങ്ങ് ചിഹ്നത്തിൽ നാട്ടിൽ നിന്നും പറിച്ചെടുത്ത നാട്ടിൽ നിന്നും പറിച്ചെടുത്ത നാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങ മരിച്ചിനി കിഴങ്ങ. ഇനി നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്തു തരണം. നിങ്ങൾ ആർട്ടിസ്റ്റുകളാണല്ലോ. അതെ 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 ആർട്ടിസ്റ്റുകളാ. അതുകൊണ്ട് എനിക്കൊരു ഫൈറ്റ് വേണം. ഞാൻ പറയുന്ന മനസ്സിലാവല്ലേ? ഈ മൊബൈലിൽ ചെയ്യുമല്ലേ ഈ ആശംസകളൊക്കെ പറഞ്ഞ അത് സത്യം പറഞ്ഞ അതാ ഉദ്ദേശിച്ചത്. പല്ലിൽ വിടവുണ്ടായതിന്റെ പേര് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നതായി പോയി. ഞാനൊരു ഇടി ഇടിച്ചറിഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫൈറ്റ് വേണല്ലേ? ഇവൻ ഏത് പഞ്ചായത്താ? വളർന്നു വരുമ്പോ എന്റെ കിഴങ്ങി തന്നെ കുത്തണം കേട്ടോ. അപ്പൊ ഒരു കാര്യം നമുക്ക് ലൈവ് അങ്ങ് വിട്ടേക്കാം. ലൈവിൽ ആരെയും കാണുന്നില്ലല്ലോ. രാവിലെ വെള്ളയും ഇട്ട് ഇറങ്ങിയ ആള് വന്ന് പാടൂല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം കേട്ടോ. താണ്ട പാടൂല്ലേന്ന് ഒരാൾ ചോദിച്ചു. പാടൂലെന്നല്ല പോടാ ഊളേ. ഹലോ ഞാൻ തന്നെയാണ് ഇപ്പൊ അയച്ചത്. നമസ്കാരം. ഇപ്പൊ ബിനുവടിമാലിയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ പുള്ളി എന്റെ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ നിർബന്ധം കാരണമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരികയും ഇവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഒട്ടംകുളം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കിഴങ്ങിന് തങ്കപ്പൻ എന്ന അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഇപ്പൊ ആരാ ഇതിനകത്ത് കിഴങ്ങ? നിങ്ങളാണോ ഞാനാണോ എന്റെ ചിഹ്നമാണോ? അല്ല, എന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നപ്പോ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയത് അതാ. ഞാനത് അങ്ങനെ പറഞ്ഞത്. എന്ത് കുഴപ്പമുണ്ടോ? ഇപ്പൊ 150 പ്രാവശ്യം തെറ്റിച്ചിട്ടാണ് ഇവിടെ ഓരോന്നും പറയുന്നില്ലേ? 4 ഡയലോഗ് പറയുമ്പോൾ അരി വെറുക്കുന്നല്ലോ. അല്ല, നമുക്ക് ജീവിക്കണ്ടേ. അരി ഇങ്ങനെ പറക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കഞ്ഞി വെച്ചിട്ടാ ഞാൻ കുടിക്കണേ. 4 ഡയലോഗ് ലൈവായിട്ട് പറ. അല്ല, എന്നെ ഫീൽ ചെയ്യിപ്പിച്ചോണ്ട് ഞാൻ അത് പിന്നെ അടുത്തതായി അസീസ് നെടുമങ്ങാട് ആണ് ലൈവിൽ വരാൻ പോണത്. പുള്ളി എന്റെ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെയൊക്കെ നിർബന്ധമാണ് ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം. പുള്ളിയുടെ കൊടുക്കാം. പൊക്കി പറയണോ? പൊക്കി പിടിക്കണോ? മതി മതി. നമസ്കാരം. ഉച്ചി മാത്രമേ കാണത്തുള്ളൂ. ഞാൻ അസീസ് നെടുമങ്ങാട്. നമസ്കാരം. കൂടെയുള്ള നമ്മളെ പൊട്ടക്കുളം വാർഡിൽ 16-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിളിക്കുന്ന തമ്പക്കം കിഴങ്ങിനെ. മതി മതി മതി. ഇപ്പൊ മനസ്സിലായി. തമ്പക്കൻ കിഴങ്ങെന്നാ പറഞ്ഞത്. തങ്കപ്പന് കിഴങ്ങൻ ചിഹ്നത്തിൽ ഞാൻ അവരുടെ മനസ്സിലായി. വിശ്വാസമൊക്കെ ഞങ്ങൾ ഒരുപാട് വന്നാണ് എടുക്കുന്നത്. ഇതേപോലെ കിടന്ന് തത്തിരി പിടിക്കരുത്. വാ, ഈ കുട്ടി എൻ്റെ ഒരു ഫാനാണ്. എല്ലാവരും എൻ്റെ ഫാനാണ്. നിർബന്ധം കാരണം വന്ന ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും. അപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റായിരിക്കും കേട്ടാ. എത്ര ഫാനെന്നറിയാം. നമ്മളെ ഏട്ടന് കേങ്ങിന്റെ ചിഹ്നത്തില് കുട്ടിയിട്ട് എല്ലാരും ജീപ്സാ മതി.
ഇത് മിക്കവാറും പ്രധാനമന്ത്രിയാവും. ഇത് പഞ്ചാബിലോട്ടും നാഷണൽ ബാങ്കിലോട്ടും ഉള്ളതല്ലേ? എന്റെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാവണം. കേരളത്തിൽ ഇത് ഏത് സ്റ്റേറ്റ് ആണ് ചേട്ടാ? ഞാൻ കേരള സ്റ്റേറ്റ്. കേരളം, മലയാളം മലയാളത്തിൽ പറഞ്ഞു. തങ്കപ്പൻ ചേട്ടനെ കിഴങ്ങി കുത്തി എല്ലാരും എന്നില്ലാതാക്കണോ? കിഴങ്ങി കുത്തിയിട്ടല്ലേ ജയിപ്പിക്കണ്ടേ? കിഴങ്ങി കുത്തി ജയിപ്പിക്ക കക്കൂസൊക്കെ അതിന് കിഴങ്ങിൽ കുത്തുന്ന വെന്തോന്ന് നോക്കാനാണ്. അതല്ല കക്കൂസൊക്കെ കിട്ടും, കല്യാണം എല്ലാം ചെയ്തു തരും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പോയിരുന്ന ബോധമുള്ള ആരുമില്ല ഇവിടെ. പുള്ളിക്കാരി നല്ല അസലായിട്ട് അതാണ്. അതെ. ബാംഗ്ലൂരിലൊക്കെ നിങ്ങൾ ഫേമസ് ആവും. അത് മലയാളം അറിയോ? അവിടെ നിന്ന് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വോട്ട് വരും. ഉള്ളവരെ നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ മാത്രമാണ് എന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതെന്ന്. എനിക്ക് ഇവിടെ മാത്രമല്ലടാ, ഇതല്ല, ബംഗാളിലും വിടറാ പിടി. കർണാടക വരെ എനിക്ക് പിടിയുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി അവിടുത്തെ സെലിബ്രിറ്റി പോലും നിൽക്കുകയാണ്. അത് മറാമിയൊന്നും അല്ല, ഞാൻ കോവളത്തൊന്നും അല്ല, ജസീലയാണ്. പിന്നെ വേറൊരു രഹസ്യം പറയാം, എനിക്ക് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. ജസീല എന്റെ ഒരു ഫാനാണ്. 16-ാം വാർഡില് പൊട്ടക്കുളം പഞ്ചായത്തില് മത്സരിക്കുന്ന കിഴങ്ങ് അടിയാളമുള്ള കിഴങ്ങ് ചിഹ്നമുള്ള തങ്കപ്പൻ ചേട്ടനെ വോട്ട് ചെയ്ത് എല്ലാരും വോട്ട് ചെയ്ത് എല്ലാരും വിജയശാലിയാക്കുക. വിജയിപ്പിക്കുക. നിങ്ങൾക്ക് ജയിക്കണോ? ഒരൊറ്റ ആളുടെ ബൈറ്റ് വേണം. എന്റെ പൊന്നോ, അല്ലോ എനിക്കറിയാം കൊച്ചിനറിയാം. അയ്യോ, ഇത് നിങ്ങളുടെ ഫാനാണ്? ഇത് ഈ ഫാനാണ്? ആരാണ്? എന്റെ ഫാനാണ് ഈ കൊച്ചു. ഞാനിവിടെ ഇരുന്ന് കേൾക്കാം, നേരം വിളിക്കുകയും. ഹനു ആണ്. അനുവാന്ന് പറയുന്നു. ഹായ്, ഹലോ, നമസ്കാരം. അനുവാണ്. 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പൊട്ടക്കുളം പഞ്ചായത്തിലെ ലൈവാണ്, അത് ഒറ്റ ടേക്കിൽ പോകും. 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പൊട്ടകുളം പഞ്ചായത്തിലെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കിഴങ്ങ് തങ്കപ്പൻ. നമ്മുടെ എല്ലാവരുടെയും സഹാവായ കിഴങ്ങ്. പാവമാണ് ചേട്ടൻ. ഇങ്ങനെ എന്താ പറയണ്ട, ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഭർത്താക്കന്മാര് കൊടുക്കുന്നത്. വളർത്താനാണോ തൊലയ്ക്കാനാണോ? അല്ല, ഒരു ജീവിതം കൊടുക്കുന്ന അത്ര വലിയ. അതായത് ഒരുപാട് പേര് പുറത്ത് എന്താ പറയാ, ബാത്റൂം കക്കൂസൊന്നും ഇല്ലാണ്ട് പുറത്തൊക്കെ ഇറങ്ങി എന്താ പറയണ്ട, എന്താ പറയാ, കാര്യം സാധിക്കാറുണ്ട്. അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം പുള്ളിക്കാരൻ തന്നെ കെട്ടിത്തരുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുക. ആകെ തങ്കപ്പെട്ടിന് 4 വോട്ടുള്ള വീട്ടില്. എന്റെ പിന്നെ അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വൈകുന്നേരം കാണാം. ക്ലോസ് ചെയ്തു. വൈകുന്നേരോ? എന്തായാലും സന്തോഷം നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ സാധിച്ചതിലും. അപ്പൊ അറിയാലോ, എന്റെ വോട്ട് അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്കിപ്പം എന്നെ പറ്റി എന്ത് തോന്നുന്നു? നമ്മൾ നേരത്തെ ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ആ പാട്ടിന്റെ ഒരു വരി അല്ലേ? ചേട്ടന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. കൂട്ടനാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങ, കൂട്ടനാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങൻ, കൂട്ടനാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങൻ, കൂട്ടനാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങൻ, കൂട്ടനാട്ടിൽ നിന്നും പറിച്ചെടുത്ത മരിച്ചിനി കിഴങ്ങ. അടിപൊളി സൂപ്പർ. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ക്ലൈമാക്സ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗുലുമോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി. ബിനു അടിമാലി എന്ന് പറഞ്ഞ പേര് മാറ്റിട്ടെ നീലക്കുറിഞ്ഞി ഇടാൻ പറ്റും. അല്ല, 12 വർഷത്തിലൊക്കെ പൊക്കുന്നത് പോലെ ഒരു ഗെയിം സൂപ്പർ സൂപ്പർ. ഒന്ന് കൈയടിക്കും, എല്ലാവരും കൈയടിക്കും. എടാ, അതെ, വേറെ സംഭവമുണ്ട്. സദ്യ എന്ന് പറയുന്നത് ഓണത്തിന് കഴിക്കുമ്പോഴാണ് സദ്യ. പക്ഷേ അതൊരു സദ്യ ആയിരിക്കും. എപ്പോഴും ഓണം വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് നാളെ കഴിഞ്ഞൊക്കെ ഓണം വന്നാൽ അതിനൊരു രസം ഉണ്ടോടാ. ആ സദ്യയിൽ ഉണക്കമുന്തിരി ഞാനൊന്ന് എടുത്തോട്ടെ. ജിങ്ങണമണി ഒന്ന് വിളിച്ചോട്ടെ. ജിങ്ങണമണി ഞാൻ വിളിക്കാം. അങ്ങനെ ജയിച്ച ടീമിന് ഇപ്പതാ നമ്മുടെ ജിങ്ങണമണിയിൽ മണി മുഴക്കാം. ക്യാമറ ഒന്ന് ശ്രീവിദ്യയുടെ മുഖത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യും. ഇന്ന് രാവിലെ നമ്മുടെ ടീമിലിരിക്കുന്ന ആള് അവിടെ പോയിരുന്നു. ജൂനിയർ മാൻഡ്രക്. അതെ, ആരെന്ന് ജൂനിയർ മാൻഡ്രക് സ്പോൺസർ ഉണ്ട്.
ഞാൻ ഇന്നലെ എങ്ങനെ കളി ജയിക്കാന്ന് വ്യക്തമായ പ്ലാനിങ് പേപ്പറിൽ അടക്കം ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് എന്നെ ടീം മാറ്റുന്നു. എല്ലാം പഠിച്ചു വെച്ചിട്ട് വന്ന് ഗെയിമും ജയിച്ചു. ഞാനിപ്പുറത്ു നീ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഗെയിം ജയിച്ചു. അങ്ങനല്ല, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ നാളെ നമുക്ക് എന്തായാലും ഗെയിം ജയിക്കണം അങ്ങനെ ഇങ്ങനെ രാവിലെ ജയിച്ചല്ലോ. ഞാനും വരട്ടെ ഞാനും വരട്ടെ. ഓക്കെ, ജിങ്ങണമണി അടിക്കാൻ അങ്ങനെ ആരും കൂട്ടുണ്ടോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതിലും ജിങ്ങണമണിയിലേക്ക് നമ്മൾ പോകുമ്പോ നിങ്ങൾ എല്ലാരും മടി ക്യാപ്റ്റ കൂട്ടമണി എന്ന് പറഞ്ഞാൽ മാത്രമേ പുള്ളി അടിക്കുള്ളൂ. അപ്പൊ തോറ്റ ടീമിന്റെ നെഞ്ചത്ത് ആനന്ദം സമയായി. ഇനി നീ വരുമ്പോ ഗെയിം കളിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളും കൂടെ കൊണ്ടു. അല്ല, കാരണം എന്താ അവന് കിട്ടിയാതില്ല, പിന്നെ നമ്മൾ കിടന്ന് അടികൊള്ളേണ്ട കാര്യം എന്തിനാ? അടി കിട്ടാനായിട്ട്. പിന്നെ അല്ല അടി വെക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ 1 സെന്റ് സ്ഥലം തരും. എപ്പോഴും ഇങ്ങനെ പോയും വന്നും ഞാൻ എന്തിനാ അവിടെ ഇരിക്കണം? 1 സെന്റ് സ്ഥലം വേണോ നിനക്ക്? 1 സെന്റ് സ്ഥലം, ഓടി നടന്ന് അടി പിടിക്കുകയാണോ? 1/2 സെന്റ് സ്ഥലം സുധീരന് ഉറങ്ങാൻ. ഇത് ചേട്ടൻ ജയിച്ചതിന്റെ ഉള്ള ഒരു ഹാരമാണിത്. ഒരു ഉളിയും കൂടെ കൊടുക്കാം, അവൻ പണി തുടങ്ങും ഇപ്പൊ. പഴവും കഴിക്കാനുള്ള സമയമായി. അതും കടുകിടാത്തത്. വയസ്സാങ്കാലത്ത് എന്തായാലും സ്കൂളിൽ ബെല്ലടിക്കാൻ കാലത്ത് പറഞ്ഞ അടുത്ത ആഴ്ച പിന്നെ അടുത്ത ചടങ്ങിലേക്ക് പോകുകയല്ലേ? ഓക്കെ, ഹായ്. ഞങ്ങളുടെ ടീമിൽ നിന്ന് ആദ്യം തല്ലുകൊള്ളാൻ ഇറങ്ങുന്നത് ശ്രീവിദ്യ. അടിമാലിന്റെ കയ്യിലും വന്നു. എന്നെ ഇതുവരെ മറ്റേ അടിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാവർക്കും ഒരു റൗണ്ട് ആക്കിയിട്ട് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ ഷാരൂഖ് ഖാനെ വിളിക്കാം. ഇതുവരെ തല്ലിയിട്ടില്ല പുള്ളി. അല്ലെങ്കിൽ ട്രംപ്. അല്ല അടിക്കണേ ബിൻ ചേട്ടാ. കാലാപാനിയിലെ മോഹൻലാലിന്റെ പാൻറ് ഇട്ടോട്ട് വന്നേക്കാ അവിടെ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് നമ്മളെ കൊല്ലം അടിയില്ലാന്നല്ല, ചാട്ടടി മോളെ. പിന്നെ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ളതല്ലേ. വൈരാഗ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ തളർത്തിക്കളയാം, അത് വേറെ കാര്യം. ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പതി അടിച്ചാ മതി വിൻ ചേട്ടാ. വയ്യാഞ്ഞിട്ടല്ല, എനിക്കൊരു സ്പിരിറ്റ് ഇല്ലേ പടിയോളാം പഴയ പോലെ. സുധിയാളിനോട് ചോദിച്ചാൽ നല്ല സ്പിരിറ്റാ. Ready? 1, 2, 3. അതവേ അടി വേണേ ചേട്ടാ. പതി അടിക്കല്ലേ? അതല്ലേ പറഞ്ഞേ മെല്ലിലൊക്കെ അരി പൊടിച്ചിട്ടെ കുടയോല. ചേട്ടാ എന്നെ എപ്പോഴും കിട്ടും. കിട്ടാത്ത ആൾക്കാരെ അടിച്ച് തൃപ്തി അടയണം. വേണ്ട, കിട്ടാത്ത മുന്തിരിപ്പുള്ളി. ഇതിന്റെ മേലോട്ട് എനിക്ക് അടി കൊണ്ടാൽ ഞാൻ തിരിച്ചടി. അത് പറയാൻ പറ്റില്ല. എന്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഹൈറ്റ് അനുസരിച്ച് എന്റെ ഷൂലേ കൊള്ളുള്ളൂ. എന്നാലും നീ മനഃപൂർവ്വമാണ് മുഖത്ത്. ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ആരും അടിക്കാം. എന്റെ മേലോട്ട് ഇതിന്റെ മേലോട്ട് കൊണ്ടാ തിരിച്ചു ഞാൻ. നീ അടിക്കുമ്പോ ഞാൻ ആ ചാട്ട പിടിച്ച് താഴത്തേക്ക് താഴ്ത്തിയാലോ? നല്ല കാര്യം മക്കളെ. എടി അങ്ങനെ ഇവിടെ കൊള്ളുള്ളൂ. മണ്ടി ഒന്ന് ഇരുന്നടി, മുട്ട് കുത്തി അടി. Ready? എത്ര നേരം ഉണ്ടാക്കിയത് പോവോ ദൈവമേ? 1, 2, 3. സൂപ്പർ. അവളങ്ങ് അടിച്ച അവളങ്ങ് വീഴും. അധികം ആദ്യം അവളങ്ങ് വീണു. ഉണരൂ ഉണരൂ. ആരെങ്കിലും അടിച്ചൊന്ന് ഉണർത്തണേ. അളിയാ എത്ര കാലമായടാ. അറിയാലോ നിനക്ക്? 2 ഫ്ലവേഴ്സ്, 2 പൂക്കള്. ക്രൈസി ബോയ്സ്. ക്രൈസി ബോയ്സിലാണ് നമ്മൾ തുടങ്ങണേ അല്ലേ? 1995 തോന്നുന്നത്. അപ്പൊ അന്ന് തൊട്ടുള്ള കലിപ്പ് കിടപ്പുണ്ടല്ലോ. അളിയാ പറയാ അടിക്കണം. ഞങ്ങള് തമ്മിലുള്ള ശരീരം പൊട്ടരുത്. ശരീരം പൊട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങൂല. കാട്ടറം ഇവിടെയൊക്കെ ചിതറി വീഴും. 1, 2, 3, go. ശരി മോളെ പോയി അടി വേലസ. ഞാൻ സത്യമായിട്ട് ആ ടീമിലായിരുന്നു. മനോഹരമായ അടികൾക്ക് സമീപിക്കുക. അസീസക്ക, നിങ്ങൾ എല്ലാരും എന്നെ ശ്രദ്ധിച്ചപ്പോ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരാള് കൂടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഇതേ ടീമിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഈ സാധി ചേച്ചി. എന്നും അടിയുള്ളുണ്ട്. ഞാർക്കെടുപ്പുണ്ട് നീ ചേച്ചി അടിക്കുവാണേ. സുന്ദരി 1, 2, 3, go. ആനയില് പച്ച കുത്തിയത് വരെ പരന്നു പോയി അളിയാ. അയ്യോ, ഡയാന മതിയെന്ന് അവൻ പറയണ. മാപ്പ് പറഞ്ഞിട്ടോ. അല്ല,
ഭ്രാന്താടാ കാണിച്ചേ? സെക്കൻഡ് പരിപാടി ഉണ്ടോ നിനക്ക്? ഇത്ര സ്പീഡിനൊക്കെ അടിക്കുന്നു. അല്ലെന്ന് പുള്ളി താളമില്ലാത്തവർ അങ്ങനെ അടിക്കുള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു ശശു ശശു അല്ല അവരിഷ്ടം പോലെ അടിക്കാൻ. അളിയാ വെറുതെ ഇരിക്കുന്നു. കാര്യം പറയാം, BP ലോ ആണെന്ന് തോന്നുന്നു. BP ലോ ആണെന്ന് തോന്നുന്നു, തലയിറക്കമുണ്ട്. BP താഴേക്കല്ലേ പോണേ? അടിച്ച് ഞാൻ മേളിലേക്ക് കയറ്റിവിടാം. എന്താ കോമഡി കേട്ട് തളർന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഈ അടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 1 നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. 2 3 ഗോ. എന്തെങ്കിലും പറയാനുണ്ടോ? തല്ലി കലക്കാം. കട്ടയായി പോയത് കലക്കാം. ശശാങ്ക നമുക്ക് കൊടുക്കാം. തലയിൽ വിട്ടു. ശശു BP ഇപ്പൊ എങ്ങനെയുണ്ട്? BP ഏകദേശം BP ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Virgin Paints Weathercoat Long Life Star Magic powered by Eastern and Sheen Lac water based wood polish. Good night.